നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 5ാമത്തെ പാഠമാണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് പോപ്പുലേഷൻ എന്തെന്നാണ് പഠിക്കാൻ പോകുന്നത്. പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത സമയപരിധിയിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റെസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPAയുടെ റിപ്പോർട്ട് പ്രകാരം 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം 804.5 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 142.86 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. The social development index of a country or region is determined by its population data. For that, we need to understand the different population trends and population structure. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വികസനം അല്ലെങ്കിൽ വികസന സൂചിക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പോപ്പുലേഷനും കൂടെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ബേസ്ഡ് ഡാറ്റയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അതായത് പോപ്പുലേഷൻ ബേസ്ഡ് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഏജ് സ്ട്രക്ചർ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പോപ്പുലേഷൻ ട്രെൻഡ്സിന് അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്ട്രക്ചറിന് ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ വലിയൊരു റോളുണ്ട്, വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ ഡെമോഗ്രാഫി എന്താണെന്ന് നോക്കാം. Demography is the branch of science that deals with the population structure such as birth and death rates, migration and population density. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണത്? പോപ്പുലേഷൻ സ്ട്രക്ചറിനെ കുറിച്ച്, അതായത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. Demography analyzes the diverse human resources of an area and its structural changes. Demography is a detailed method of studying how these human resources can be utilized for the development of a society. അപ്പോൾ ഒരു സൊസൈറ്റിക്കകത്തെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പഠിക്കുന്നതും അതിൻ്റെ അനലൈസ് ചെയ്യുന്നതും അതെങ്ങനെയാണ് ആ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഡെമോഗ്രാഫിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഡെമോഗ്രാഫി ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. ദ വേർഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഗ്രീക്ക് വേർഡ്സ് ഡിമോസ് ആൻഡ് ഗ്രാഫെയിൻ. അപ്പോൾ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഡെമോസ് അതായത് ജനങ്ങൾ അല്ലെങ്കിൽ പീപ്പിൾ എന്നർത്ഥം വരുന്ന ഡെമോസ് എന്ന വാക്കും ഡിഫൈൻ എന്നർത്ഥം വരുന്ന ഗ്രാഫെയിൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഡെമോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. 2 ഗ്രീക്ക് വാക്കുകളായ ഡിമോസിൽ നിന്നും ഗ്രാഫെയിനിൽ നിന്നുമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ അതെന്താണ്? ജനങ്ങളുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പീപ്പിളിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. സ്റ്റഡീസ് ട്രെൻഡ്സ് ആൻഡ് പ്രോസസ്സസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രെൻഡുകളെയും പ്രോസസ്സുകളെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഡെമോഗ്രാഫി. Factors that influence population size are birth, death, migration, etc. The size of population of an area changes according to the measure of the above aspects. The structure and composition of the population of an area is taken into consideration on account of age structure, male-female ratio, dependent ratio, etc. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആ രാജ്യത്തെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം? പോപ്പുലേഷനിലെ മെഷറിലൊക്കെ മാറ്റങ്ങളുണ്ടാകും. All population studies are carried out on the basis of systematic data collection of people living in an area through survey, census, etc. അപ്പോൾ എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത് ആ രാജ്യത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആ ഒരു ജനങ്ങളുടെ എണ്ണം, ആ ഒരു ജനങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെയാണ്, സിസ്റ്റമാറ്റിക് ഡാറ്റ കളക്ഷനിലൂടെയാണ്, സർവേ, സെൻസസ് തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയാണ്. Most of the concept of demography are expressed in terms of proportions and rate. For example, birth rate, death rate, female-male ratio, dependency ratio and so on. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ബർത്ത് റേറ്റ് ആയിക്കോട്ടെ, ഡെത്ത് റേറ്റ് ആയിക്കോട്ടെ, മെയിൽ റേഷ്യോ ആയിക്കോട്ടെ, ഡിപ്പെൻഡൻസി റേഷ്യോ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ആ ഡെമോഗ്രാഫിയിൽ വരും. സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോർമൽ ഡെമോഗ്രഫി ആർ 2 ബ്രാഞ്ചസ് ഓഫ് ഡെമോഗ്രഫി. അപ്പോൾ ഡെമോഗ്രഫിക്ക് 2 ശാഖകളുണ്ട്. സോഷ്യൽ ഡെമോഗ്രഫി എന്നും ഫോർമൽ ഡെമോഗ്രഫി എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടേ നമുക്ക് നോക്കാം. സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഇറ്റ്സ് കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ചേഞ്ച്. ഇറ്റ് എംഫസൈസ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാറ്റേൺ ഓഫ് എ റീജിയൻ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ പാറ്റേണൊക്കെ മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ആ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പാറ്റേണൊക്കെ അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ മെഷേഴ്സ് ആൻഡ് അനലൈസസ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്.
അപ്പോൾ പോപ്പുലേഷൻ ചേഞ്ചിന് കാരണമാകുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. സെൻസസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫോർമൽ ഡെമോഗ്രാഫിക് സ്റ്റഡി. സെൻസസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഒരു ഫോർമൽ ഡെമോഗ്രാഫിക് സ്റ്റഡിയുടെ ഒരു ഉദാഹരണങ്ങളാണ്. ഇറ്റ് കളക്ട്സ് ആൻഡ് അനലൈസ് ഡാറ്റ ഓൺ പോപ്പുലേഷൻ സൈസ്, ഏജ് സ്ട്രക്ചർ, ജെൻഡർ റേഷ്യോ ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രി. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ ചേഞ്ചിനെ കാരണമാകുന്ന കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്നതാണ് ഈ ഒരു ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സെൻസസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഈസ് ഹെഡഡ് ബൈ ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ സെൻസസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യ ഹാസ് എ ലാർജസ്റ്റ് സെൻസസ് ഇൻ ദ വേൾഡ്. സെൻസസ് ഈസ് യൂഷ്വലി കണ്ടക്റ്റഡ് വൺസ് ഇൻ 10 years. 10 വർഷത്തിലൊരിക്കലാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രാഫി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈഗ്രേഷൻ, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, ലൈഫ് എക്സ്പെക്റ്റൻസി, ഏജ് സ്ട്രക്ചർ, ഡിപ്പെൻഡൻസി റേഷ്യോ. ഇതൊക്കെയാണ് ഒരു ഡെമോഗ്രാഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മൈഗ്രേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് മൈഗ്രേഷൻ? അതായത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുന്നതിനാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഗസ്റ്റ് വർക്കേഴ്സൊക്കെ വന്ന് ജോലി ചെയ്യുന്നു, അതിഥി തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു ഇൻകത്തിന് വേണ്ടിയിട്ട്, ഹൈ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, മൈഗ്രേഷൻ നടക്കാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറിപ്പോയി താമസിക്കുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈഗ്രേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പോപ്പുലേഷനിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പോൾ മൈഗ്രേഷൻ രണ്ട് തരത്തിലുണ്ട്. മൈഗ്രേഷൻ ഇസ് എ പെർമനൻറ്റ് ഓർ ടെമ്പററി സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറുന്ന ഒരു പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ സെറ്റിൽ ചെയ്യുന്നതിനാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. രണ്ട് തരം മൈഗ്രേഷൻ ഉണ്ട്. ഇൻറ്റേർണൽ മൈഗ്രേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ മൈഗ്രേഷനും ഉണ്ട്. അപ്പോൾ ആദ്യം ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്താണെന്ന് നോക്കാം. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കോൾഡ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പീപ്പിൾ ഫ്രം ദ അതർ സ്റ്റേറ്റ്സ് കമ്മിങ് ടു കേരള ഫോർ ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് തന്നെ ഉള്ള മൈഗ്രേഷനെയാണ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, ഇൻറ്റേർണൽ മൈഗ്രേഷനാണ്. ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് നിന്നാണ് ഒരു മൈഗ്രേഷനിലൂടെ പോകുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് തന്നെയാണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയും. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് കൺട്രീസിലേക്കും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ഉള്ള ജനങ്ങളുടെ മൂവ്മെൻറ്റ് എന്താണ്, ഇൻ്റർനാഷണൽ മൈഗ്രേഷനാണ്. ഇനി ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് എന്താണെന്ന് നോക്കാം. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് എൻ ഏരിയ. ബർത്ത് റേറ്റ് ഈസ് എ നമ്പർ ഓഫ് ലൈവ് births per thousand of the population. Death rate is the number of deaths per thousand of the population in particular area at a specific time. അതായത് എന്താണ്, ഒരു ലൈവ് ബർത്ത് 1000 ഒരു 1000 എത്ര ലൈവ് ബർത്ത് ഉണ്ടെന്ന് ഉള്ളതാണ് ആ ഒരു ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1000 എത്ര പേരുടെ ആ ഒരു സ്പെസിഫിക് ടൈമിൽ മരിച്ചിട്ടുണ്ട്, അതാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. അപ്പോൾ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പോപ്പുലേഷൻ്റെ ആ ഒരു ഗ്രോത്തിനെ കൺസിഡർ ചെയ്യുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോസ് ഡൗൺ വെൻ ദ ബർത്ത് റേറ്റ് ഈസ് ലോ ആൻഡ് ഡെത്ത് റേറ്റ് ഈസ് ഹൈ. അപ്പോൾ പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ ഗ്രോത്ത് കുറയും എപ്പോൾ, ബർത്ത് റേറ്റ് കുറവും ഡെത്ത് റേറ്റ് കൂടുതലുമാണെങ്കിൽ പോപ്പുലേഷൻ റേറ്റ് കുറയും, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറയും. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് കൂടും എപ്പോഴാണ്, ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് കുറവുമാണെങ്കിൽ. The accuracy of births and death statistics depends on the reporting of the relevant agencies. In most countries, including India, it is mandatory to register births and deaths on time. അപ്പോൾ ബർത്തും ഡെത്തും ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലും എന്താണ്, നിർബന്ധമാണ്. ഇതൊക്കെ ഒരു പോപ്പുലേഷൻ സ്റ്റഡീസിന് വേണമെങ്കിലാണെന്നും കൂടിയാണെന്നും നമുക്ക് പറയാൻ പറ്റും. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് വൺ ഓഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മേജർ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് എൻ ഏരിയ. ഇപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ഏരിയയിൽ, ഒരു നിശ്ചിത ഏരിയയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണം, അതിനാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ പോപ്പുലേഷൻ ഓഫ് എൻ ഏരിയ ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റെസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. ബട്ട് ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഈസ് കോൾഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ജനങ്ങൾ അതായത് ഏകദേശം ഒരു ശരാശരി ജനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മളെന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2011 സെൻസസ് പ്രകാരം ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്, അരുണാചലിലാണ് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ ഇതിനൊക്കെ കാരണമാകുന്നത് എന്തൊക്കെയാണ്, ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്, പൊല്യൂഷൻ, ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ്, ക്രൗഡിങ്. ഇതൊക്കെ ആ ഒരു പോപ്പുലേഷൻ ഹൈലി ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി മെയിൽ ഫീമെയിൽ റേഷ്യോയും ചൈൽഡ് സെക്സ് റേഷ്യോ ആണ്. ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻഫ്ലുവൻസസ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇസ് ദ പോപ്പുലേഷൻ അഫക്ട്സ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ എക്സെട്ര.
നോക്കാം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സെക്സ് റേഷ്യോ ഇസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഇസ് ദ ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് ഫീമെയിൽ പെർ 1000 മെയിൽസ് ആൻഡ് ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6. അതായത് 1000 മെയിൽ ചൈൽഡ് അല്ലെങ്കിൽ മെയിൽസിൽ എത്ര ഫീമെയിൽസ് എന്നുള്ളതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുക. ഇനി ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0 മുതൽ 6 വയസ്സുള്ള കുട്ടികളിൽ എന്താണ് 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് ആണെന്നുള്ളതാണ് ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. Male female proportion has a crucial role in male female balance. Male female ratio is used to predict population growth and estimate population size in an area. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. ഇത് വെച്ച് പോപ്പുലേഷൻ ഗ്രോത്തും പോപ്പുലേഷൻ സൈസും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു കണക്കാക്കാം എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അടുത്ത ലൈഫ് എക്സ്പെക്റ്റൻസി ആണ്. എ പേഴ്സൺസ് ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഹൗ ലോങ് ഹി ലീവ്സ് ഓൺ ആൻ ആവറേജ്. ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെത്ത് റേറ്റ്സ് ഓഫ് ഈച്ച് ഏജ് ഗ്രൂപ്പ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. അതായത് ഒരു ആവറേജിൽ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ ആ ഒരു പ്രദേശത്തെ ആളുകൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഓരോ ഏജ് ഗ്രൂപ്പിലെ ഡെത്തിനെയൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത് ആ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി കണക്കാക്കുന്നത്. നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തെയും ലൈഫ് എക്സ്പെക്റ്റൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് പെർ വുമൻ and men in India report by the National Statistical Office released in the year 2022, the life expectancy of male and female during 2015 to 19 is 68.4 and 71.1 respectively. Meanwhile, life expectancy of male and female is 72.3 and 78 respectively in Kerala. അപ്പോൾ ആ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ വരുന്ന പല സ്ഥലങ്ങളിലും വരുന്ന മാറ്റമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ലിറ്ററസി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, ക്ലീൻലിനെസ്, ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ കാരണമാണ് കേരളത്തിൽ എന്ത് ചെയ്യാണ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ നോക്കാം. ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഇസ് എ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് റിലേറ്റീവ്ലി ഇൻ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചറാണ് ആ ഒരു നിശ്ചിത പ്രായപരിധിക്കുള്ളിലെ ജനങ്ങളുടെ എണ്ണമാണ് നമ്മൾ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 0 മുതൽ 14 വയസ്സുള്ള വരെ എത്ര പോപ്പുലേഷൻ എത്ര പെർസെൻറ്റേജ് ആണ്, 15 മുതൽ 59 വരെ ഉള്ളത് എത്ര പെർസെൻറ്റേജ് ആണ്, 60 മുകളിലുള്ളവർ എത്ര പെർസെൻറ്റേജ് ആണ്, ടോട്ടൽ പോപ്പുലേഷൻ്റെ എത്ര പെർസെൻ്റ് ആണെന്നൊക്കെയാണ് ആ ഒരു പോപ്പുലേഷൻ്റെ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ഏജ് ടേബിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ആ ഒരു യൂത്തിൻ്റെ ആ ഒരു പ്രസൻസ് കൂടി അല്ലെങ്കിൽ പോപ്പുലേഷൻ ഒരു വലിയ പേഴ്സൻ്റ് യൂത്ത് ആണെങ്കിൽ ആ ഒരു കൺട്രി ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് അല്ലാത്ത പീപ്പിൾ കൂടുതലാണെങ്കിൽ എന്താണ് ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി ഡിപ്പെൻഡൻസി റേഷ്യോ എന്താണെന്ന് നോക്കാം. എ കൺട്രീസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, അതായത് ഒരു ആക്റ്റീവ് ഏജ് സ്ട്രക്ചറിലുള്ള അതായത് 15 മുതൽ 64 വയസ്സിനകത്തുള്ളവരെ ആണ് ആക്റ്റീവ് ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ളവരുടെ എണ്ണമാണ് അവരെയാണ് ഈ ആക്റ്റീവ് ഏജ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസി റേഷ്യോ ഇസ് ദ ക്രൈറ്റീരിയൻ യൂസ് ടു കമ്പയർ ദ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദ വർക്കിംഗ് ഓഫ് പോപ്പുലേഷൻ. അതായത് 15 വയസ്സിന് മുമ്പുള്ളവരും 64 വയസ്സിന് ശേഷമുള്ളവരുടെയും ഒക്കെ കണക്കിനെടുത്താണ് ഡിപ്പെൻഡൻസി റേറ്റ് കണക്കാക്കുന്നത്. ഡിപ്പെൻഡൻസി ഇൻ ഇന്ത്യ ഇൻഫ്ലുവൻസസ് ദ എക്കണോമിക് സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രി ടു ആൻ എക്സ്റ്റെൻറ്റ്. By understanding the dependency ratio, the government can clearly evaluate and formulate plans in the healthcare and education system. അതായത് 15 വയസ്സിന് താഴെയും 64 വയസ്സിന് മുകളിലുമുള്ളവരെയാണ് ഡിപ്പെൻഡൻസ് എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ആ ഒരു റേഷ്യോ കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഹെൽത്ത് കെയർ ആയാലും ശരി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളായാലും ശരിയൊക്കെ കൺസിഡർ ചെയ്ത് പ്ലാൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാവും പോപ്പുലേഷൻ്റെ ഗ്രോത്തിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ എങ്ങാണ്, അതായത് ഒരു വലിയ ശതമാനവും 15 മുതൽ 59 ഇടയിൽ പ്രായമുള്ളവരാണ്. ദാറ്റ് ഈസ് എ മെജോറിറ്റി ഹിയർ ഈസ് യങ് പീപ്പിൾ. ഹ്യൂമൻ resource development is crucial for the sustainable development of the country. In this chapter, we discuss the population trends such as birth rate, migration, age structure, female-male ratio, dependency ratio, population growth rate, life expectancy, etc. in demographic difference while ensuring the benefit of the youth. The perfection of the dependent should also be considered. ഒരു നമ്മൾ നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു പോളിസി മേക്ക് ചെയ്യുമ്പോൾ ആ ഒരു യൂത്ത്സിനെയും അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവരെ ഒരേപോലെ കൺസിഡർ ചെയ്ത് വേണം പോളിസി ഉണ്ടാക്കാൻ. അപ്പോൾ ദ ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഓഫ് ദ കൺട്രി ക്യാൻ അച്ചീവ് പേഴ്സണൽ സോഷ്യൽ എക്കണോമിക് വെൽബീയിങ് ഓഫ് ദ യൂട്ടിലൈസിങ് ഫുൾ റേഞ്ച് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്ത് ആ ഒരു എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ സ്കില്ലും നോളജും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്കോ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിലേക്കൊക്കെ
രാജ്യത്തെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.